പിന്നെ നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട പേരാണ് കേട്ടോ ഹെർണാണ്ടസ്. ആള് അടിപൊളിയായിരുന്നു. അപ്പൊ ആള് ആദ്യം വന്ന റോളിൽ നിന്ന് പിന്നീട് ബികാഷി പോയപ്പോഴത്തേക്ക് പുറകിലേക്ക് വന്ന് കളിക്കേണ്ടി വന്നു. പക്ഷേ ആളുടെ റോള് ഇന്നലെ വൃത്തിയായിട്ട് ആള് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ കൊണ്ടുവന്ന ഫോറിൻ പ്ലേയേഴ്സിൽ മെച്ചമുള്ള ഒന്ന് അതാണ് എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അപ്പോ അത് കൊള്ളാം കേട്ടോ. ആള് ഇന്നലെ ആളുടെ ഉത്തരവാദിത്വം വൃത്തിയായിട്ട് ഗ്രൗണ്ടിൽ കാണിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇപ്പോ മാർലോണിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മാർലോൺ ശരിക്കും ഒരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ്. പക്ഷെ മാർലോണ് സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മാർലോണിന്റെ രീതിക്ക് കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആ ഒരു പ്രശ്നമാണ് മാർലോൺ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മാർലോൺ നല്ല പെർഫോമൻസ് ചെയ്തു. പിന്നെ ഈ യോക്കിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് യോക്കിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ചിലർ വന്നിട്ട് അടിയിൽ കമന്റ് ഇട്ടിരുന്നു, ബ്രോ യോക്ക് കളിക്കുന്നുണ്ട് ബ്രോ, വെറുതെ ഇങ്ങനെ പറയരുത്, യോക്ക് കളിക്കുന്നുണ്ട്. ശരിയാണ്, ടിവിയിൽ കാണുമ്പോൾ യോക്ക് മാരക പെർഫോമൻസ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ലൈവ് സ്റ്റേഡിയത്തിൽ കളി കാണുമ്പോൾ നമുക്കറിയാം യോക്ക് നിൽക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേഡിയം മുഴുവൻ കാണാൻ പറ്റും. യോക്ക് ഡ്രിബിൾ ചെയ്തോട്ടെ, ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലായിടത്തും തന്നെ ഈ ഡ്രിബിൾ ചെയ്യുന്നത് എന്തിനാണ്? അപ്പോ ഈ ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ആള് ഡ്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റും നോക്കുന്നില്ല. ആള് ബോളിലും അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒപ്പോണന്റിലും മാത്രമാണ് നോക്കുന്നത്. ആ ഡ്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ക്രോസ് ഇടാനും അല്ലെങ്കിൽ ആ പാസ് മാറ്റാനും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുള്ളി പക്ഷെ അതൊന്നും നോക്കുന്നില്ല. പുള്ളി ഡ്രിബിളിംഗിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷെ പുള്ളിയുടെ കാലിൽ നിന്ന് ക്രോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം ഇല്ല എന്നല്ല. പക്ഷെ കളി സ്പീഡാക്കേണ്ട ചില സമയങ്ങളിൽ ആള് ഡ്രിബിൾ ചെയ്ത് കളി അങ്ങ് സ്ലോ ആക്കുന്ന രീതിയിൽ പോകുന്ന ഒരു സംഭവം വന്നു. പിന്നെ പലയിടത്തും ഡ്രിബിൾ ചെയ്തിട്ട് ആള് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ആള് ഡ്രിബിളിംഗിൽ വെറുതെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കളിക്കേണ്ട സമയത്ത് കളിച്ച് തന്നെ വിടണം. അപ്പൊ നമുക്കറിയാം ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട്, ആ സമയത്ത് പുള്ളി ഡ്രിബിൾ ചെയ്തോണ്ടിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് അതായത് നമ്മളൊരു അറ്റാക്ക് ചെയ്യേണ്ട സമയമായിരിക്കും, ആ സമയത്ത് പുള്ളി ബോൾ അവിടെ വെച്ച് ഡ്രിബിൾ ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഒപ്പോണൻസ് വന്ന് റീസെറ്റ് ആകുന്നുണ്ട്. അതായത് അവർ ബാക്ക് ബോൾ ഇടുന്നുണ്ട്, മിഡ് ബോൾ ഇടുന്നുണ്ട്, അവർ വന്ന് പക്കാ പൊസിഷൻ എടുക്കാനുള്ള ഒരു സമയം അവർക്ക് ഈ ഡ്രിബിളിംഗ് കാരണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ യോക്ക് നല്ലൊരു പ്ലെയർ ആണ്, ആളുടെ സ്പീഡ് റണ്ണും ഒക്കെ പേസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അത് നമ്മുടെ കളിയിൽ യൂസ് ചെയ്യാൻ പറ്റണം, നമുക്ക് കളിയിൽ നമുക്ക് ആവശ്യം എന്ന് തോന്നണം.